ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ കാത്തിരിക്കുന്നത് പാച്ചുവിൻ്റെ വിശേഷം അറിയാനാണ്. പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ വേദനയൊക്കെ മാറി. കഴിഞ്ഞ വ്യാഴാഴ്ച ഈ നേരത്തെ നമ്മൾ അവന് പിറ്റേ ദിവസം സർജറിക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും 7 ദിവസമായി. നാളേക്ക്, അതായത് വെള്ളിയാഴ്ച നിങ്ങളിത് കാണുമ്പോഴേക്കും 8ാമത്തെ ദിവസമായിട്ടോ. അപ്പോൾ അങ്ങനെ പാച്ചുവിനെ സംബന്ധിച്ച് ഇന്നലെയും വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അവന് ഭയങ്കര പേടിയായിട്ടുള്ള കരച്ചിലായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജുകളും പ്രേയേഴ്സ് പിന്നെ പല കാര്യങ്ങളായിട്ട് എനിക്ക് പറഞ്ഞു തരികയും ചെയ്യേണ്ട കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിരുന്നു. ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെ സ്നേഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യണ പോലെ പാച്ചുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും സ്വന്തമായിട്ട് തന്നെ വഴിപാട് ചെയ്ത് മോന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശരിക്കും ഞാൻ പറയും ഭാഗ്യം ചെയ്ത കുട്ടിയെ പാച്ചുന്ന്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടല്ലോ. 5 വർഷമാണ്. ജൂൺ 14-ാം തീയതിയാണ് അവൻ്റെ ബർത്ത്ഡേ. 5 വർഷമായി അവൻ നമ്മളുടെ ഇടയിലേക്ക് ഇതുപോലെ വന്നിട്ട്. അപ്പോൾ ഇന്നലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കിടക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഉഷാറായിട്ട് കിടന്നു. പക്ഷേ ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അതായത് കരച്ചിലല്ല, പേടിച്ചിട്ടുള്ള ബഹളമായിരുന്നു. നമുക്കത് കാണുമ്പോൾ പേടിയാവും, ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ കാണിക്കണേന്നുള്ളത് കേട്ടോ. അപ്പോൾ അവൻ പറയണത് ഇതാണ്, എൻ്റെ വാവ് മാറണില്ലല്ലോ ഈശോയെ, എൻ്റെ വാവ് മാറണില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ്റെ കരച്ചിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ, വെറുതെ അവന് ആ ഒരു ടെൻഷൻ, പിന്നെ അമ്മോട് പറയുന്നുണ്ടായിരുന്നു ഇനി എനിക്ക് ഷൂസ് വയ്ക്കാൻ പറ്റില്ല, അങ്ങനെ അവന് കുറേ സംശയങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ പതുക്കെ ഡിംപിൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒന്നും അല്ലാത്ത രീതിയിലാക്കി കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് ട്രൗസർ ഇടണമെന്നൊരു പൂതി. അങ്ങനെ കുറച്ച് നേരം ട്രൗസർ കുറച്ച് ഇറക്കിയിട്ടിട്ട്, കാരണം സ്റ്റിച്ച് മുഴുവനായിട്ട് പോയിട്ടില്ല. അപ്പോൾ കുറച്ചൊന്ന് അവൻ്റെ ഒരു സമാധാനത്തിൽ, അപ്പോൾ അവൻ്റെ ധാരണ ഇനി അവന് ട്രൗസർ ഇട്ടിട്ട് സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല. കാരണം നടക്കാനായിട്ട് ഇപ്പോൾ അവന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. 2 കാലും നല്ലോണം അകത്തി വെച്ചിട്ട് ഒറ്റടി വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ അവന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ആക്കി ട്രൗസറൊക്കെ ഇടിയിച്ച് അങ്ങനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ വടയാണ്. അപ്പോൾ ഡിവൈൻ ഇന്നലെ രാത്രി പോകുമ്പോൾ ഉഴുന്നും കൊണ്ടാണ് മുകളിലേക്ക് പോയത്. എന്നിട്ട് പുലർച്ചെ കുതിരയിട്ടിട്ട് അരച്ചുണ്ടാക്കിയ വടയാണ് കേട്ടോ. നല്ല സൂപ്പർ വടയായിരുന്നു. ഞാൻ പറയാറില്ലേ, ഡിവൈന് തമിഴ്നാട്ടിൽ അവിടെ ആയിരുന്നതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര കൈപ്പുണ്യം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള വടയായിരുന്നു. അപ്പോൾ അങ്ങനെ വടയും സാമ്പാറും ചമ്മന്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി രാവിലെ ഞാൻ നേരത്തോടെ തന്നെ എണീറ്റു കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് എനിക്ക് നേരത്തെ എണീക്കണം തോന്നി. അപ്പോൾ ഞാൻ എണീറ്റ് 3 വടയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷേപ്പില്ലാത്ത വടകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കും. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഭംഗിയുള്ളത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ മീൻ വറുത്തതായാലും എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ഭംഗി കുറവോ അല്ലെങ്കിൽ കേടോ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അത് എടുക്കും. അപ്പോൾ കാരണം നമ്മൾ അമ്മമാരാണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് വിശേഷങ്ങൾ പറയണം. അപ്പോൾ തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ കഥ പറയും, ഭയങ്കരമായിട്ട് കഥ ഉണ്ടാക്കി പറയും കേട്ടോ. ആ ഒരു ഇതാണ് തോമുവിന്. ഞങ്ങളെപ്പോഴും പറയും. അപ്പോൾ ഡിവൈൻ പറയും, അവൻ ഒരു വിഷയം ഇട്ട് കൊടുത്താൽ മതി, അവൻ തള്ളി മറിച്ചിടും എന്ന് പറയും കേട്ടോ. അങ്ങനെ ചാക്കോ അതെ കുറേ ദിവസമായി ഈ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് വണ്ടി ഇടിച്ച് കളിക്കാനൊക്കെ വരാൻ പറയുകയാണ്. അങ്ങനെ കുറേ നേരം ഇന്ന് എൻ്റെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു. അപ്പോൾ പാച്ചു എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പാച്ചുവിന് ഞാൻ പറഞ്ഞില്ലേ, രാത്രി ഉറക്കമില്ലാത്ത കാരണം പകലിങ്ങനെ ഒരു 11 മണി വരെ കിടന്നുറങ്ങും. അപ്പോൾ ഞാനും ഡിംപിളിനോട് പറയും, ഡിംപിൾ അവിടെ കിടന്നുറങ്ങിക്കോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ മോനും എണീക്കും, പിന്നെ അവൾക്കും ഉറക്കക്ഷീണം വരണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണ്. പക്ഷേ അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഡിംപിളിനായാലും മെസ്സേജ് അയയ്ക്കുക. ഇപ്പം തൊട്ട് അവൾ ഫ്രീ ആയിട്ടുണ്ട്. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നേരം പോലും ഡിംപിളിനെ പിരിഞ്ഞിരിക്കാൻ കൂട്ടാക്കണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സർജറിക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡ്രസ്സ് ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനെ ആക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ പറ്റിച്ചത് കൊണ്ട് തന്നെ അവന് ഒട്ടും ഡിംപിളിനെ പിരിഞ്ഞിരിക്കാനായിട്ട് പറ്റണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ കിടന്നുറങ്ങുകയാണ്. ഡാഡിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കിടന്നത് തന്നെ ഓർമ്മയുള്ളൂ. അപ്പോൾ ഇന്നലെ പാച്ചു എണീറ്റപ്പോൾ ഞാൻ ഡാഡിയെ വിളിക്കാൻ നിന്നില്ല. കാരണം 2 ദിവസമായിട്ടുള്ള ഉറക്കക്ഷീണവും പണിക്കാരുടെ പിന്നാലെയുള്ള ഓട്ടമൊക്കെ കൂടിയിട്ട് ഡാഡി വല്ലാണ്ട് ക്ഷീണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി സുഖമായിട്ട് കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ രാവിലെ വലിയ കുഴപ്പമില്ലാണ്ട് എണീറ്റു കേട്ടോ.
അങ്ങനെ ഞാനും ഈ പറഞ്ഞ വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക്, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു എനിക്ക് പറ്റണില്ല, ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങാൻ പോവാണ്. പക്ഷേ ഓർഡറുകൾ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പുതിയ ഐറ്റംസ് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും പ്ലേറ്റ് ചെയ്തതല്ല, നിങ്ങൾ കാണുമ്പോൾ എന്താണാവോ എന്ന് വിചാരിക്കേണ്ടത്. ഇതൊന്നും പ്ലേറ്റ് ചെയ്തതല്ല, നമ്മൾ ഓർഡർ അനുസരിച്ചാണ് അത് പ്ലേറ്റ് ചെയ്യുക. കുറച്ച് പ്ലേറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും ഇതൊക്കെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പ്ലേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇന്ന് വാഷിംഗ് മെഷീനിൽ തുണികൾ ഞാൻ ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ ഡിവൈനാണ് തുണികളും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓൺ ചെയ്ത് മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അത് തോരയിടാനായിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ അവരതേ ഡാഡി പുതിയ കൂട്ടിലേക്ക്, പുതിയ കൂടെന്ന് പറഞ്ഞാൽ കുറച്ച് അറ്റകുറ്റപ്പണി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിച്ച് അതിൽ ഒന്ന് അടിച്ച് കഴുകിയതിന് ശേഷം അവരെ അതിലാക്കിയേക്കായിരുന്നു കേട്ടോ. വെറുതെ ഒരു എന്താ പറയുക, ഒരു പുതുമയിലാക്കിയതാണ്. ശരിക്കും ഈ നേരത്തൊക്കെ നമ്മൾ അഴിച്ചിടാറ പതിവ്, അവരെ തുറന്നു വിടാറ പതിവ്. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടതിന് ശേഷം വരുമ്പോഴേക്കും ഡിമ്പിൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. പാച്ചുവും എണീറ്റിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ നേരത്ത് ഞാൻ പാച്ചുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചാക്കോ ഞാൻ പറയാറില്ലേ, ചുറ്റിപ്പറ്റി ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും, ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഡാഡി പ്ലേറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു. പിള്ളേർ മൂന്നാളും കൂടി ഇരുന്ന് കളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മുടെ എമ്മ വന്നില്ലേ, എമ്മ ഡയോൺ എന്നാണ് പറഞ്ഞത്, പാച്ചുവിൻ്റെ ഫ്രണ്ട് എമ്മ കൊടുത്ത ഗിഫ്റ്റാട്ടോ ഇത്, ഫിഷിംഗ് ഗെയിം. ഇത് നല്ല ഒരു സംഭവം, മാഗ്നറ്റിൻ്റെ. മുമ്പത്തെ ഫിഷിംഗ് ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാക്കിയിട്ട് ഫിഷ് ഇങ്ങനെ വായ അടയ്ക്കണ അതായിരുന്നു. അപ്പോൾ ചില സമയത്ത് നമ്മൾ പൊക്കുമ്പോൾ അത് വീഴും. ഇത് നല്ലതാട്ടോ, പലതരം ഫിഷും മാഗ്നറ്റുമാണ്. അപ്പോൾ അത് ശരിക്കും എങ്ങനെ ഇരുന്ന് കളിക്കാവുന്ന പോലെ. ഇന്നലെ എമ്മയും ഡയോണും, ഇതെന്ത് ഈ ഡയോൺ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. എമ്മയും പാച്ചും കൂടിയിട്ടാണ് ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഡയോണിന് ഓർമ്മ പറഞ്ഞത് എന്താ വെച്ചാൽ, ഡയോണാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഇരുന്നിട്ട് കളിക്കുക. ബിൽഡിംഗ് സെറ്റ്, അതുപോലെ മറ്റേ എന്താ പറയുക, അതൊക്കെ അവൻ്റെ സംഭവം എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എൻ്റെ വായിൽ ഡയോൺ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഡിവൈന് മറ്റേ പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഡാഡീനെ സെക്കൻഡ് ട്രിപ്പ് പോസ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടുവിട്ടു. അപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ യാത്ര സുഖമായിരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ഡോൺ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ ഇന്നലെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മോരുകറി ഉണ്ടായിരുന്നു, മറ്റേ നല്ല കടലുപ്പേരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ചാറുകളുണ്ട്, ഇത് വേണമെങ്കിൽ പിന്നെ ചാള വറുക്കുക ചെയ്തത്. അപ്പോൾ ഇന്ന് ചാള വറുക്കലും ചോറൊക്കെ ഡിവൈനാണ് കേട്ടോ വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനെ ഉറക്കം വരിക, പക്ഷേ ഞാൻ കിടന്നില്ല, കുറച്ച് നേരം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോൾ ആ ഒരു ഓളം അങ്ങോട്ട് പോയിന്ന് മാത്രം. അപ്പം ഞാൻ പറയുകയും ചെയ്തു, ഞാൻ ഇനി ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടക്കും, അല്ലെങ്കിൽ ഞാൻ കുറേ ദിവസത്തെ ഉറക്കക്ഷീണം കുറേ കാലങ്ങളായിട്ട് അത് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് കിടക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ചാക്കോച്ചൻ ആ സമയം കിട്ടിയ സമയം കൊണ്ട് ഒളിച്ച് കളിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികളുടെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡിമ്പിൾ എങ്ങനെയാണെന്ന് ചെന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ല, കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കുറേ ലേറ്റായി. അപ്പോൾ ഞാൻ എടുത്തു വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തു വെച്ചു. ഡാഡി ഇപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കി. പിന്നെ മധുരക്കിഴങ്ങ്, അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മധുരക്കിഴങ്ങ് കൊണ്ടുവന്നുള്ളൂ എന്ന്. അപ്പോൾ ചാക്കോൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഈ കുഞ്ഞ് ചെറുപഴം കേട്ടോ. അങ്ങനെ ഞാൻ ചാക്കോന് അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇതൊക്കെ പാത്രങ്ങളിലേക്ക് ആക്കാനായിട്ട് നിന്നു. അപ്പോഴേക്കും ഡിവൈൻ ഇവിടെ മാമ്പഴം ചെത്തുന്നു. ഇത് അച്ചാറിൻ്റെ കുപ്പി കഴിഞ്ഞു. അപ്പോൾ ചട്ടി തുടയ്ക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ അതിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് അത് കുലുക്കി അതെടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കടലുപ്പേരി എടുത്തു, കുറച്ച് മോരുകറി എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നു, ഇഞ്ചമ്പുളി എടുത്തു. ഇത് ഞാൻ എടുത്തു വെച്ചു കേട്ടോ, നമ്മളുടെ ചമ്മന്തിയും സാമ്പാറും. കാരണം വൈകുന്നേരം എടുക്കാം, കാരണം രാവിലെ ഉണ്ടാക്കിയതാണ് കേടാവണ്ട വെച്ചിട്ട് അതെടുത്ത് വെച്ചു. അപ്പോൾ ഇഞ്ചമ്പുളി എടുത്തു. ഇഞ്ചമ്പുളി ഓരോ ദിവസം ചെല്ലുന്തോറും നല്ല ചൊടി വെച്ച് വരാം കേട്ടോ, നല്ല ടേസ്റ്റ്. അങ്ങനെ ഞാൻ കുറച്ച് മറ്റേ കുപ്പിയിലിട്ട ചോറും അച്ചാറിൽ പുരട്ടിയ ചോറും സാധാരണ ചോറും മോരുകറിയും നല്ല കടലുപ്പേരി ഇഞ്ചമ്പുളിയൊക്കെ കൂടെ കൂട്ടി ഒരു അടി അടിച്ചു. അത് കഴിഞ്ഞിട്ട് നല്ല മാമ്പഴം കേട്ടോ, നല്ല മധുരമുള്ള മാമ്പഴമായിരുന്നു. അത് ഡിവൈനാണ് ഇന്ന് ചെത്തിയത്. അപ്പോൾ അതിൽ നിന്ന് 4 കഷ്ണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് പകർത്താനായിട്ട് നിന്നു. അപ്പോൾ ഡിമ്പിളിനോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇവിടെ എടുത്ത് വെക്കേണ്ടത്, നിനക്ക് എപ്പോഴാണോ ആവശ്യം വന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കറികൾ മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ചു. എപ്പോഴെങ്കിലും എങ്ങാനും ഇവിടെ ഉറങ്ങിപ്പോയിട്ട് കഴിക്കാൻ വന്നില്ലെങ്കിൽ അത് കേടാവുണ്ട വെച്ചിട്ട്
അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചപ്പോൾ അങ്ങനെ വേണമെങ്കിൽ തന്നെ ഒരു പ്ലേറ്റിലേക്ക് ചോറും കറികളും ഇട്ടിട്ട് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയാൽ കഴിക്കാവുന്നതല്ലേ ഉള്ളൂ. പുറത്ത് വെച്ചിട്ട് അത് കേടായി കഴിഞ്ഞാൽ അങ്ങനെ കളയണ്ടേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് സമയം വന്നപ്പോഴേക്കും സമയം 2:20 അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും കിടക്കാൻ പോകണം, കിടക്കണതിന് മുമ്പ് മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങാനിട്ടിട്ട് കിടന്നാൽ എണീറ്റ് വരുമ്പോഴേക്കും അത് കഴിക്കാമല്ലോ. അപ്പോഴാണ് നോക്കിയപ്പോൾ നമ്മുടെ വെള്ളം ഫിൽറ്ററിലില്ല. അപ്പോൾ ഞാൻ അതൊന്ന് നിറയ്ക്കാൻ നിന്നു. അപ്പോൾ നമ്മളെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കഴിഞ്ഞാൽ പണി ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ നമ്മളതൊക്കെ ചില സമയത്തൊക്കെ ഇട്ടെറിഞ്ഞൊരൊറ്റ കിടപ്പ് കിടക്കണം, അല്ലെങ്കിൽ അത് പിന്നീടത് ശരിയാവില്ല, നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും. അങ്ങനെ ഞാൻ വേഗം സ്റ്റീമർ അടുപ്പത്ത് വെച്ച് നമ്മുടെ എന്താ പറയുക മധുരക്കിഴങ്ങ്, ചില നേരത്ത് ഞാൻ പറഞ്ഞില്ല എൻ്റെ വായിൽ വരില്ല പേരുന്ന്, മധുരക്കിഴങ്ങ് നന്നായി കഴുകി, മധുരക്കിഴങ്ങ് എപ്പോഴും നമ്മൾ കഴുകിയിട്ടാണ് കേട്ടോ അരിഞ്ഞു വയ്ക്കുക. ആദ്യമൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പച്ചയ്ക്ക് തിന്നാറുണ്ട്. പക്ഷേ ഇപ്പം എന്തോ ഇന്നത്തെ തീരെ ഒരു മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെച്ചാൽ ഭയങ്കര മധുരമായിരുന്നു. വായിലിടുമ്പോഴേക്കും നമ്മൾ പഞ്ചസാരയിലിട്ട പോലെയായിരുന്നു. പക്ഷേ ഇത് പോരാ, എന്നാലും കുഴപ്പമില്ല. എന്താ പറയുക, മധുരം കുറവായാലും കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ അതൊക്കെ കുറച്ചും കൂടി ചെറിയ കഷ്ണം, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പച്ചയിൽ കുറച്ച് കഷ്ണം കഴിക്കുമ്പോൾ തുണ്ട് കഴിക്കുമ്പോൾ ഏകദേശമൊക്കെ നമുക്കറിയാം കേട്ടോ. അങ്ങനെ അത് വെച്ച് ഞാൻ ടൈമറിലിട്ടിട്ട് അങ്ങോട്ട് പോയി. പിന്നെ അതവിടെ കിടന്ന് വെന്തോട്ടെ, അല്ലാണ്ട് 20 മിനിറ്റ് നമ്മളങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അത് ഇട്ടിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയിട്ടാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അയ്യോ കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാണ്ടല്ലോ, എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുന്നാൽ മതിയോ. കാരണം ഡാഡി എണീറ്റ് വരുമ്പോഴേക്കും അത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാഡിക്ക് അത് കൊറിയർ ചെയ്യാനുള്ളതാണെങ്കിൽ കൊറിയർ ചെയ്യാമല്ലോ. അങ്ങനെ 2:30 ആയിട്ടോ എൻ്റെ കിച്ചണിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് പ്ലേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ പോസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ച് നോക്കുമ്പോഴേക്കും ഡിംപിൾ ഇവിടെ അത് ഫുള്ള് അടിച്ചു വാരി തുടയ്ക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഡ്രസ്സ് എപ്പോഴും ഇൻഫെക്ഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അവിടെ അടിച്ച് എന്താ പറയുക തുടച്ചെടുക്കും. അതുകൂടാണ്ട് ബെഡ്ഷീറ്റ് എന്നും മാറും, അവൻ്റേതായ ഡ്രൈ ഷീറ്റും കാര്യങ്ങളും വാഷ് ചെയ്തിടും. അങ്ങനത്തെ പരിപാടികൾ എപ്പോഴും ഉച്ച നേരത്താണ് അവൾ ചെയ്യുക. അപ്പോൾ അവനെ പാച്ചുവിനെ അവിടെ കെടുത്തിയിട്ടാണ് സെറ്റിയുമ്പോൾ ഇരുത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഡാഡി അവിടെ ഒപ്പം കെടുക്കുന്നുണ്ട്. അപ്പോൾ ഡാഡിയുടെ ഒരാളെപ്പോഴും വേണം, കാരണം നമുക്കൊരു പേടിയാണ്, വല്ല കയ്യോ അല്ലെങ്കിൽ കയ്യിലുള്ള വല്ല സാധനം വീഴുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പണിയാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരാൾ അവൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെ തൊട്ട് ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് അവനെ അവൻ്റേതായ രീതിയിൽ വിട്ട് ശീലിപ്പിക്കാനായിട്ട്. കാരണം അവൻ നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് നടക്കണേ. അപ്പോൾ ഇതൊക്കെ ഓർണമെൻറ്റ്സ് നിങ്ങൾ സാധാരണ കാണും പോലെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിന്താവിഷയം. വാക്കുകൾ വജ്രങ്ങളാണ്. ഉപയോഗിക്കാൻ അറിയുന്നവൻ്റെ കൈകളിൽ അതിന് മൂല്യവും തിളക്കവും വർദ്ധിക്കുമ്പോൾ അറിവില്ലാത്തവൻ്റെ കൈകളിൽ ഹൃദയം കുത്തിമുറിപ്പെടുത്താൻ കഴിയുന്ന ചില്ലുകഷ്ണം മാത്രമാകുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് വാക്കുകൾ വജ്രങ്ങളാണ്, ഉപയോഗിക്കാൻ അറിയുന്നവന് അത് വജ്രമാണ്, അതായത് അതിൻ്റെ വാല്യൂ മനസ്സിലാവും. അല്ലാത്തവന് കീറി മുറിപ്പെടുത്തുന്ന ചില്ല് കഷ്ണങ്ങൾ മാത്രമാണെന്ന്. അപ്പോൾ അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞാൻ എണീറ്റ് നോക്കുമ്പോഴേക്കും ഡിംപിൾ അവിടെ പാല് കുപ്പി തിളപ്പിക്കാട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് അവർക്ക് പാല് കൊടുക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ അവരെ കൂട്ടിയെന്നൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അവർ കിടന്ന് ഓടി നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അവർക്ക് പാലും കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും നല്ലോണം നല്ല എന്താ പറയുക ഈ മഴ പെയ്യാനുള്ള ഒരു വട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ വെച്ചു. അപ്പോൾ റസ്ക് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ബിസ്ക്കറ്റുകളൊക്കെ കഴിഞ്ഞ് ചെപ്പുകളൊക്കെ കാലിയായിട്ടുണ്ട്. ഇനി അടുത്തൊരു പർച്ചേസിങ്ങിൻ്റെ സമയമായിട്ടോ. പിന്നെ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പിന്നാക്കം വെച്ചേക്കുക, എല്ലാ സാധനങ്ങളും ഒന്ന് പിന്നാക്കം വെച്ച് ഇവിടെയുള്ള സാധനങ്ങളൊന്ന് കഴിച്ച് ശീലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല ചായപ്പൊടി വാങ്ങി പറയായിരുന്നു, ഇന്നത്തെ ചായ നല്ല ചായ മമ്മീന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം വെട്ടി തിളപ്പിച്ചിട്ടാണ്, പിന്നെ ഓരോന്നും വെട്ടി തിളപ്പിക്കും. പ്രത്യേകിച്ച് ഈ മസാലയൊക്കെ ആകുമ്പോൾ അതൊന്ന് ആ വെള്ളത്തിലൊന്ന് നല്ലോണം കിടന്ന് തിളച്ചാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ 2 പീസ് ബ്രെഡിൻ്റെ എന്താ പറയുക അവസാനത്തെ ആദ്യത്തെയും കഷ്ണമല്ലേ ആരും വേണ്ടാണ്ട് വെക്കണത്, അതവിടെ ഇരിക്കണം. അപ്പോൾ ഞാൻ വേഗം അതിലൊരു കുറച്ച് ബട്ടർ തേച്ചിട്ട് അതാണ് കാപ്പിയുടെ കൂടെ ചായയുടെ കൂടെ കഴിച്ചു. അപ്പോഴേക്കും നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ. അപ്പോൾ നമ്മുടെ പാച്ചുവിൻ്റെ തുണികൾ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ മുണ്ടൊക്കെ ഒന്ന് ലിനൻ്റെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വേഗം അത് അകത്തേക്കൊക്കെ ഇട്ടു. അപ്പോഴേക്കും ഇവിടെ തോമും ചാക്കുമൊക്കെ എണീറ്റ് വന്നു. പാച്ചു എണീറ്റിട്ടില്ല, പാച്ചുവിനെ ഇന്ന് റൂമിൽ നിന്ന് അധികം ഇറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിർത്തിയേക്കാണ് കേട്ടോ.
അങ്ങനെ എന്താ പറയുക, നല്ല മഴ എന്ന് പറഞ്ഞാൽ ഞാൻ ആ നേരത്തെ ദിവസം പരിയപ്പുറത്തേക്ക് ഒരു ഫോൺ വന്ന് പോയപ്പോൾ പടപടേന്ന് ഇടിവെട്ടും മഴയും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെയൊക്കെ മഴ ഇങ്ങനെ ചാറി ചാറി പെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ചൂടായിരുന്നു. ഈ ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്തായാലും ഒരു ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയത് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഇവർ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നതാണ്. അപ്പോൾ എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട്, കുറേ വർത്തമാനം പറയും കേട്ടോ ചാക്കോ, ഇഷ്ടം പോലെ. അപ്പോൾ നിങ്ങൾ ഡിവൈൻ്റെ വീഡിയോസിൽ കാണുന്നുണ്ടാവും അവൻ്റെ സംസാരം. അതുപോലെ തോമു, അതെ തോമു പിന്നെ വലിയ കുട്ടിയാണ്. പാച്ചു ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവർ ഇത്രയും സംസാരിക്കുന്നത്. ഇവർക്ക് വന്നു കഴിഞ്ഞ് ഇവർ മൂന്നാളും കൂടിയിട്ടുള്ള കളിയും കാര്യങ്ങളല്ലായിരുന്നു. ഇപ്പം എങ്ങനെയായിട്ട് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഡിംപിളിങ്ങനെ ഓരോന്ന് ചോദിക്കും, അല്ലെങ്കിൽ അക്കി വിളിക്കുമ്പോൾ റോസ വിളിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള മറുപടി ഇങ്ങനെ മണിമണിയായിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കുട്ടികളെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സംസാരിക്കാൻ നേരമില്ലല്ലോ, അവർക്ക് ടി വി കാണുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ റോബോട്ട് നീണ്ട 3 മാസത്തിന് ശേഷം, അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈസ്റ്ററിൻ്റെ വെക്കേഷന് ഡിവൈൻ പോയ അന്നാണ് ലാസ്റ്റ് അതിന് തുറന്നു വിട്ടത്. അത് കഴിഞ്ഞ് എങ്ങനെയോ എൻ്റെ ഫോണിൽ നിന്ന് ആ ആപ്പ് ഡിലീറ്റായിപ്പോയി. അത് കഴിഞ്ഞ് കുറേ ട്രൈ ചെയ്തെങ്കിലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇന്ന് അവസാനം ഒരു എന്താ പറയുക, മറ്റേ എന്തിട്ട് ചാറ്റാണ് എന്തോ സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴേക്കും ഡിവൈൻ എങ്ങനെയൊക്കെയോ അത് ആപ്പ് വീണ്ടും അത് ഇൻസ്റ്റാൾ ചെയ്തു ഓക്കെ ആയി. അതല്ലേ പറയുന്നുണ്ടു. അപ്പോൾ ഡാഡി പറയായിരുന്നു, കർത്താവ് ഇതൊന്നും അറിയാത്തവരുടെ കയ്യിലാണ് ഇത് കിട്ടിയെന്ന് വെച്ചാൽ എന്ത് ചെയ്യും എന്ന്. കാരണം ശരിയാണ്. കാരണം നമ്മളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കേട് വന്നാൽ സർവീസ് സെൻറ്ററിൽ പോയിട്ട് പറയാം, അവർ വരിക ചെയ്യണം. ഇതിപ്പോൾ അതല്ല, അവർ ഗൂഗിൾ മീറ്റ് അതുവഴി പറഞ്ഞു തരാണ്. അപ്പോൾ അത് എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അത്ര വലിയ നല്ല കാര്യമല്ല. കാരണം ഇപ്പോൾ ഡിവൈനില്ല ഡിംപിളില്ല എന്നൊക്കെ ഞാനും ഡാഡിയും കൂടി എന്ത് ചെയ്യുമെന്നാണ് പറയണേ. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി മോശമായി എന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. സർവീസ് വേണം എപ്പോഴും, അല്ലാണ്ട് ഫുൾ ഫോണിൽ കൂടെയുള്ള സംഭവം പുതിയ യുഗമാണ് ഒക്കെ ആണെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള പഴയ ആൾക്കാർക്ക് ഇതൊന്നും വലിയ ശീലം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതാ സന്ധ്യയായി. ഞാൻ പറഞ്ഞില്ലേ നല്ല ഇടിവെട്ടും മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് കാണിച്ചെന്ന് വെച്ചാൽ പട്ടികൾക്കുള്ള ഇറച്ചി വേഗം ചൂടാക്കി വേവിച്ചു. ആദ്യം ചോറാണ് എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ചോറ് വേവിക്കുമ്പോൾ ഒരു 3/4 വേവിൽ ഊറ്റിയെടുത്തിട്ട് പാത്രത്തിലാക്കി വെക്കും. എന്നിട്ട് രണ്ടാമത് അടിച്ചിട്ട് അന്ന് കൊടുക്കാനുള്ള ചോറ് എടുക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസം നമ്മളത് എടുക്കുമ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് എടുക്കുമ്പോൾ വേവുകയും ചെയ്യും, ചൂടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഒരു ഇളം ചൂട്ടോട് കൂടി കൊടുത്താൽ ഇഷ്ടമാട്ടോ. അപ്പോൾ ദേ മധുരക്കിഴങ്ങൊക്കെ ഞാൻ പകർത്തി വെച്ചു. ഇത് അവരുടെ ചോറാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളേക്കുള്ള ചോറാണിത്. അപ്പോൾ ഞാൻ എപ്പോൾ വെക്കുമ്പോഴും 2 ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് വെക്കുക. അപ്പോൾ അത് ചോറിൽ കറിയൊക്കെ ഇട്ട് നല്ല തിളച്ച ചൂടാണ്. അപ്പോൾ ഞാനാന്ന് വെച്ചാൽ വിട്ടുപോയി അത് വേറൊരു പാത്രത്തിലേക്കാക്കി. കോപ്പർ ബോട്ടം ആകുമ്പോൾ കുറേ നേരം ചൂടിലിരിക്കുകയും ചെയ്യും. ആ കണ്ടത് നമ്മുടെ ഉരുളക്കിഴങ്ങാട്ടോ. ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ആവിയിൽ വേവിച്ചതാണ്. ആവിയിൽ സാധാരണ വേവിക്കാണ്ടാണ് മറ്റേ ബട്ടറിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് വേണ്ട, ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ അത് വെന്തിട്ടില്ലെങ്കിൽ അതൊരു പണിയാണ്. അങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോണതിൻ്റെ മുമ്പായിട്ട് ആദ്യം ചെയ്തത് ചന്ദനത്തിരി കത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഭയങ്കര കൊതുവാണ്, പരിയപ്പുറത്ത് നിൽക്കാൻ പറ്റാട്ടോ, ഭയങ്കര കൊതുവാണ്. അപ്പം ഞാൻ ആദ്യം പോയിട്ട് ചന്ദനത്തിരി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കൊണ്ടുപോയത്. അപ്പോഴേക്കും ആ മണം കേട്ട് കൊതുകുകളൊക്കെ ഓടി പോയിട്ടുണ്ടാവുമല്ലോ. അപ്പം മഴയും പെയ്ത കാരണം നല്ലൊരു ചൂടൊക്കെ മാറി ഒരു തണവില്ല, ചൂടില്ല എന്ന് മാത്രം. അങ്ങനെ അവർക്ക് ചോറ് കൊടുത്ത് വന്നു കഴിഞ്ഞാൽ അതേ കുക്കറിൽ ഞാൻ അവർക്കുള്ള ചിക്കൻ ഇട്ടു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഈ ചിക്കൻ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഫാമുണ്ട്, ഇവിടെയല്ല പുറത്തെവിടെയോ ആണ്. അപ്പോൾ ഫാമിൽ നിന്ന് ഈ മറ്റേ എന്താ പറയുക ഷവർമ്മയ്ക്കും ബോൺലെസ് ഇതൊക്കെ കൊടുത്തതിന് ശേഷമുള്ള പീസുകൾ കട്ട് ചെയ്ത് അവർ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് അത് ഇതുപോലെ പാക്ക് ചെയ്ത് നമുക്ക് പട്ടിയുടെ ഇറച്ചിയായിട്ട് തരണതാണ്. അല്ലാണ്ട് അത് കേടായതോ, അപ്പം ഞാൻ എപ്പോഴും പറയും ഇത് ചത്ത കോഴിയുടെ ഇറച്ചിയാന്ന് തോന്നുന്നു എന്ന് പറയാം. അപ്പം അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അല്ല ഇതാണ് സംഭവം എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു അത് പട്ടിക്ക് തന്നെ കൊടുത്താൽ മതി, കാരണം നമുക്കറിയില്ല ഇതെന്താണ് ഏതാണെന്നുള്ളത്. അങ്ങനെ അതും കൂടി വേവിച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികൾക്ക് നിന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾക്കറിയാം ഞാൻ ബിസിനസ്സിൽ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. സ്റ്റാറ്റസ് ഡേ അല്ലെങ്കിൽ റീസെല്ലേഴ്സിന് പോലും ഞാൻ പറ്റാണ്ട് ഞാൻ പിന്നെ അടുത്ത ആഴ്ച ആവട്ടെ 2 ദിവസം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഡിവൈനും ഓക്കെ ആയി, ഞാനും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഡിംപിൾ ഓക്കെ ആവാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ തൊട്ട്
ഉഷാറാവുക. കാരണം അവൻ്റെ പിന്നാലെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവനാന്ന് വെച്ചാൽ ഇപ്പം ഒരു സെക്കൻഡ് പോലും അമ്മയെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് കരയും. അപ്പം ഞാൻ പറഞ്ഞു അത് അപകടമാണ്, ഇനി സ്കൂളിൽ പോകുമ്പോഴായാലും ഒക്കെ ഭയങ്കര പ്രശ്നമാവും. എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊന്ന് ഡിമ്പിളിനായാലും പുറത്ത് പോകേണ്ടി വന്നാൽ അവൻ അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമാവും എന്ന് പറഞ്ഞ് അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ പട്ടിക്കൊക്കെ എറിച്ച് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറയാം. വേറെ ഒന്നുമല്ല, ഡോൺ ഇന്നൊരു ട്രിപ്പ് പോവാണ്. അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ അവർ 5 പേരും കൂടിയിട്ട് ട്രിപ്പ് പോവാണ്. അപ്പോൾ ആദ്യം അത് ഇവരെ കയറ്റി ഇവരെ റൂമിലാക്കിയിട്ട് വേണം അവനും മിണ്ടാണ്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ പിള്ളേർ ഒരു പൊടിക്ക് സമ്മതിക്കില്ല, രണ്ടാൾക്കും അപ്പ വേണം. അങ്ങനെ ഇവരെ അമ്മേനെയും മക്കളെയും ഡോണും കൂടി കയറിപ്പോയി ഇവരെ റൂമിലാക്കിയിട്ട് അപ്പോൾ അതാ വരണമെന്ന് എന്തോ പറഞ്ഞിട്ട് ഒളിച്ച് ഇറങ്ങി പോരുകയും ചെയ്തേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ ഇറങ്ങി പോരുകയും ചെയ്യുക. അപ്പോൾ ടാറ്റ പറഞ്ഞ് പോവുകയാണ് രണ്ടാളും. ഡിവൈനും കയറിയിട്ടോ. ഇനിയിപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേത് അപ്പയുടെ കൂടെ ഇരുത്തിയിട്ടാണ് വരിക. ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കി പണികൾ നമ്മളവിടെ നിന്ന് പട്ടിക്ക് ഭക്ഷണം കൊടുത്ത് വരുമ്പോഴാണ് വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ പണി അവിടെ ബാക്കി വന്നു. അപ്പോൾ ഞാൻ വേഗം ഫിൽറ്ററിൽ വെള്ളം നിറച്ചു. പിന്നെ ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. എപ്പോഴും 2 പാത്രം 3 പാത്രം ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഒതുക്കി. ഇവിടുത്തെ വെള്ളം തോരാനുള്ളത് അത് അവിടെ വെച്ചു. നേരെ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്നപ്പോഴാണ് നമ്മുടെ പട്ടിയുടെ ഇറച്ചി വേവിച്ച പാത്രം, വെള്ളം എടുത്ത പാത്രം ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കണതിന് മുമ്പായിട്ട് ഡോൺ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ പിള്ളേരുടെ അടുത്തുനിന്ന്. കാരണം അവർക്കൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും ബഹളവും ഡിവൈന് സ്വസ്ഥതയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മിണ്ടാണ്ട് പോവുക. അപ്പോൾ ഡാഡി ഗേറ്റ് ലോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഡോണിൻ്റെ പിന്നാലെ പോവാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ കംപ്ലീറ്റ് കിച്ചൺ ഒതുക്കാനായിട്ട് വന്നു. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചോറ് പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ മധുരക്കിഴങ്ങ് പകർത്തിയ പാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 പാത്രങ്ങൾ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എനിക്കായിട്ടൊരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ പരിപാടികളും കഴിഞ്ഞു. നമ്മുടെ കിഴങ്ങ് ഞാൻ ഇന്ന് പാത്രത്തിലാക്കി വെച്ചു, നാളെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ ഞാനത് കാണിക്കാൻ വിട്ടുപോയി. വൈറലായിട്ടൊരു മുട്ടയുടെ ഒരു സംഭവമുണ്ട്, അത് ഡിവൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും നാളെ ഡിവൈൻ കാണിക്കാണ്ടിരിക്കില്ല കേട്ടോ, മുട്ടയും ചീസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെള്ളമൊക്കെ വെച്ച് ഇനി പതുക്കെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ ബിസിനസ്സിൻ്റെ പകുതി വെച്ചിട്ടാണ് ഞാൻ ഇട്ട് പോന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഇപ്പോൾ എല്ലാവരോടും പറയും 12 മണി വരെ ഞാൻ മറുപടിയും കാര്യങ്ങളും തരും. കാരണം രാവിലെ എണീക്കുമ്പോൾ കുറേ ലേറ്റ് ആവണ കാരണം ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരു 10:30 11 ആയിട്ടാവും മറുപടി കൊടുക്കുക. അപ്പോൾ ഞാൻ പറയും 12 മണി വരെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 10 മണി തൊട്ട് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ 10 മണി തൊട്ടാണ് ആൻറ്റി ഉള്ളത്. അതുവരെ എനിക്കും എൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ പാച്ചു ഇങ്ങനെ ഇരിക്കണത് കൊണ്ട് തന്നെ ഈ രാത്രിയിലത്തെ ഉറക്കക്ഷീണം ഭയങ്കരമായിട്ട് നിൽക്കും. അങ്ങനെ ഞാൻ ജിമിക്കിയുടെ ബോക്സ് ഒതുക്കാനാണ് തന്നെ. അപ്പോൾ ഫാൻസി ഐറ്റംസ് കുറച്ച് മുമ്പത്തേലത്തെ സ്റ്റോക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത് പ്ലേറ്റഡ് അല്ല കേട്ടോ, ഫാൻസി ആയിട്ടാണ്. അപ്പോൾ അത് ഇതുപോലെ ഈ ഒരു നീല ജിംക്കി തപ്പിയിട്ടാണ് ഞാൻ ജിംക്കിയുടെ ബോക്സ് എടുത്തത്. അപ്പം ഞാൻ എന്തായാലും കണ്ടപ്പോൾ ഇതും കൂടി ആകെ 3-4 ഐറ്റം ഉള്ളൂ, ലാസ്റ്റ് പീസുകളാണ്. അപ്പോൾ അത് ഞാൻ കയ്യോടെ ഇതിനകത്ത് ഇട്ടതാട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് വരുന്നു നമ്മുടെ പാച്ചുട്ടൻ. അപ്പോൾ നിങ്ങൾക്ക് പാച്ചുട്ടൻ നടക്കുന്നത് കാണണ്ടേ, അവനിങ്ങനെ ഒറ്റടി വെച്ച് നടന്നു തുടങ്ങി. അപ്പോൾ ഇന്ന് അവനൊരു പൂതി, അവന് കസേരമ സാധാരണ അങ്ങനെ ചെയ്യുക, കസേരമ അവർ തന്നെ 3 പേരും തന്നെ കസേര നീക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി തന്നെ കുരിശ് വരച്ചിറങ്ങാറ് പതിവ്. അപ്പോൾ ഇപ്പോൾ ഇവനിങ്ങനെ ആയതുകൊണ്ട് അത് കുറച്ച് ദിവസമായിട്ട് പിന്നാക്കം നിൽക്കുക. അപ്പോൾ ഇന്ന് അവനൊരു പൂതി, അവന് കയറി ചെയ്യണം എന്ന്. അങ്ങനെ ഡാഡി അവനെ കയറ്റി വെച്ചു. അപ്പോൾ ഡോൺ ഡിംപിൾ ഇപ്പോൾ ചോദിക്കുകയാണ് ഹെൽത്തി ആയോ, ഗുഡ് ബോയ് ആയോ എന്ന് ചോദിച്ചപ്പോൾ മസിൽ കാണിച്ച്. പിന്നെ അവൻ കോമാളിത്തരങ്ങൾ കാണിക്കണതാട്ടോ. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു, ഈ കോമാളിത്തരമൊക്കെ കാണിക്കണത് ശരി, നീ ഇന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്ന് മമ്മിക്ക് ദേഷ്യം വരും കേട്ടോ എന്ന് പറഞ്ഞേക്കാം ഞാൻ ഇന്ന്. കാരണം ഈ കോമാളിത്തരമൊക്കെ കാണിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ഉറക്കം കഴിയുമ്പോഴാണ് അവൻ എനിട്ടിട്ട് പേടി പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൻ ഇങ്ങനെ ഒറ്റടി പതുക്കെ വെച്ച് തുടങ്ങി. അപ്പോൾ ഇനി ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം എത്ര ദിവസം കഴിഞ്ഞാലാണ് നടക്കാൻ പറയണോ അതോ റെസ്റ്റ് എടുപ്പിക്കണോ ഒന്നും അറിയില്ല. അപ്പോൾ നാളെ ഡിംപിൾ ഡോക്ടറോട് ചോദിക്കാമെന്ന് പറഞ്ഞേക്കാം എങ്ങനെയാണ് ഏതാണെന്നുള്ളത്. അപ്പോൾ കാലിങ്ങനെ അകത്തി വെച്ചിട്ടാണ് മൂപ്പരെ നടക്കണം കേട്ടോ. അപ്പോൾ ചില സമയത്ത് വെകിളി കാണിക്കുമ്പോൾ വീഴാനും പോകും. അപ്പോൾ എനിക്ക് കാണുമ്പോൾ ഭയങ്കര പേടിയായി ഇങ്ങനെ നടക്കണ കാണുമ്പോൾ. അപ്പോൾ ആരും ഇല്ലാത്തപ്പോഴാണ് ഇതിപ്പോഴാണ് കേട്ടോ ശരിക്കും ഇങ്ങനെ നടന്നു തുടങ്ങിയത്. അതുവരെ അവൻ കണ്ടോ ഇപ്പോൾ വീഴും എന്നുള്ള രീതിയിൽ അവൻ്റെ നടത്തം കാണുമ്പോൾ തന്നെ.
എന്നാലും കണ്ടപ്പോൾ ഒരു സമാധാനം. ശരിക്കും 8 ദിവസം, നാളേക്ക് 8 ദിവസം, അതായത് വെള്ളിയാഴ്ചയാണ് നമ്മളിത് ചെയ്തത്. 8 ദിവസം ആകുമ്പോഴേക്കും ദേ അവൻ എന്താ പറയുക നടന്നു, വേദനയൊന്നുമില്ല, ശരിക്കും ഉഷാറായിട്ട് കുളിപ്പിച്ചു. കണ്ടോ ഓടുകയാണ്. അപ്പോൾ കുറേ സമാധാനം. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേക്ക് അവന് സ്കൂളിലേക്ക് പോവാം, സ്വീറ്റ്സൊക്കെ കൊണ്ട് പോവാം എന്ന് പറയായിരുന്നു. അപ്പോൾ എനിക്കും തോന്നുന്നു വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ 5-ാം തീയതി അല്ലേ, ഇനി 14-ാം തീയതിക്ക് ദിവസം കുറച്ചുണ്ട്, 9 ദിവസമുണ്ട്. 9 ദിവസം ആകുമ്പോഴേക്കും അവൻ ഉഷാറാവും. അടുത്തൊരാഴ്ച ആകുമ്പോഴേക്കും അവൻ ഓക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ ഡിംപിൾ പറയായിരുന്നു പോയിട്ട് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ഇന്നലെ അങ്ങോട്ട് സ്കൂള് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം, ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ മുമ്പത്തേലത്തെ ബാലൻസ് ഉള്ള ഒരു 3-4 പെയർ കമ്മലാണ് കേട്ടോ. നിങ്ങൾ കുറേ പേര് എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയിട്ടുള്ളതാണ്, നല്ല ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒതുക്കിയപ്പോൾ ഡാഡി ബോക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ എൻ്റെ പരിപാടിയാണ്. അവരൊക്കെ പോയതിന് ശേഷം ഞാൻ ക്ലോസ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്, കുരിശ് വരയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ നമ്മളുടെ വീഡിയോസ് റെസിപ്പികൾ ഞാൻ ഇട്ടിരുന്നല്ലോ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. പ്രത്യേകിച്ച് അതിൽ ആ ചോക്ലേറ്റ് പുഡിങ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എനിക്ക് സമയം കിട്ടണതിനനുസരിച്ച് ഞാൻ ഇനി റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഇടുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ തിരക്കൊക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ ഇന്നും ഞാൻ പറയണു, എൻ്റെ പാച്ചുട്ടൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവന് വേണ്ട പ്രാർത്ഥനകളും അയച്ചു തരികയും അതുപോലെ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.